സുനാപ്പി മൽഹോത്ര ആയത് വല്ലാത്ത ഭാഗ്യം, സൈനബ മൽഹോത്ര ആകാതിരുന്നത് വലിയ ആശ്വാസവും. രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒറ്റുകൊടുത്തതിന് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ഒരു യൂട്യൂബറെ കഴിഞ്ഞ ദിവസം അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ ചോർത്തിക്കൊടുത്ത വിവരങ്ങൾ, പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രകൾ, ഒപ്പം താമസിച്ചവർ, കറങ്ങിയവർ, എല്ലാത്തിൻ്റെയും വിവരങ്ങൾ പോലീസിൻ്റെ പക്കലുണ്ടെന്നും അതെല്ലാം അവർ സമ്മതിച്ചു എന്നുമാണ് വാർത്തകൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഈ ജിയോ പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കാവുന്ന ഒരു കപടവേഷമണിഞ്ഞ് അതിന് ചിലതൊക്കെ മറയാക്കി ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചാൽ ഇതിങ്ങനെ കുറേ നാൾ ഈ അഭ്യാസവുമായി മുന്നോട്ട് പോകാം. എന്നാൽ മറുവശത്ത് ഒരു കാര്യവുമില്ലെങ്കിലും പേര് നോക്കി കിട്ടുന്നവനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനും, പാകിസ്ഥാൻ ടീം ജയിച്ചപ്പോൾ സ്റ്റാറ്റസ് ഇട്ടതിനും, പിന്നെ അഫ്രീദി 6 അടിച്ചപ്പോൾ കൈയടിച്ചതിനും ഒക്കെയാണെന്നുള്ളതാണ് ഒരു വസ്തുത. ഏതായാലും ജ്യോതി മൽഹോത്ര കുടുങ്ങി എന്നുള്ളത് ഒരു സവിശേഷമായ കാര്യമാണ്. ആരിഫേ മോനെ, അവിടെ ഉണ്ടോടാ മോനെ? ജ്യോതി മദ്രസയെ പഠിച്ചതല്ല, പാകിസ്ഥാനെ സഹായിക്കാൻ ആരും പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ പോയി എന്തെങ്കിലും സംഗതികൾ ചെയ്യണമെന്നും പഠിപ്പിച്ചില്ല. മറിച്ച് ഈ യൂട്യൂബും കൊണ്ട് നടന്ന് മറ്റു കുറേ അഭ്യാസങ്ങൾ ഈ മോള് കാണിച്ചു. അതിൽ ഒരഭ്യാസമാണ് ദേ ഈ അഭ്യാസം. അതെ പക്കേ അതാണ് ഈ പണിയാണ് മോള് കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചില വേഷവിധാനങ്ങളും ചില ചേഷ്ടകളും ചില സംഗതികളും ഒക്കെ വന്നാൽ ദേശീയവാദി യൂട്യൂബറായി മാറാം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ രാജ്യദ്രോഹി യൂട്യൂബറും ആകാം. ഈ ജ്യോതിക മൽഹോത്ര എന്ന് പറയുന്ന മോൾ ദേശീയവാദ യൂട്യൂബറിൻ്റെ പക്ഷത്തായിരുന്നു. യഥാർത്ഥത്തിൽ ചെയ്തതെന്താ, 5-6 വർഷമായി തുടരുകയാണത്രേ. ആകെ 3,22,000 മറ്റോ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ട്രാവൽ ബ്ലോഗ് എന്നാണ് പറയുന്നത്. ഈ ട്രാവലിൻ്റെ ഭാഗമായി നിരവധി തവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ടത്രേ. നമ്മൾക്കൊക്കെ ഈ എന്തെങ്കിലും ആവശ്യത്തിന് ഏത് വഴിയെങ്കിലും പോകുമ്പോൾ അതിലേ കൂടെ അബദ്ധത്തിൽ പോലും കയറിപ്പോകല്ലേ എന്ന് 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഒന്ന് അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ അതോടെ കഥ കഴിഞ്ഞു എന്ന് തീരുമാനിക്കുന്ന സ്ഥലത്താണ് ഇവർക്കൊക്കെ ഈ പ്രൊട്ടക്ഷൻ്റെ കുഷൻ കിട്ടുന്നത്. കാരണം ഇവരൊന്നും സംശയത്തിൻ്റെ നിഴലിലല്ല, ഇവരൊക്കെ ജന്മനാ ദേശീയവാദികളായി ജനിച്ചവരാണ് എന്ന് ബോധിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ മറ്റു ചിലതാണെങ്കിൽ അങ്ങനെ സാധ്യമല്ല. നിരപരാധിയാണെന്ന് തൊഴുതു പറഞ്ഞാലും അങ്ങനെയല്ല, നീ അപരാധി തന്നെയാണ് എന്ന് വിധിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ ഇടയിൽ പാകിസ്ഥാനിൽ പോയി അവിടെ ചെന്ന് അവിടുത്തെ ഈ ചാര വൃത്തി ചെയ്യുന്ന ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം കറങ്ങി നമ്മുടെ തന്ത്രപ്രധാനമായ പല മേഖലകളുടെയും വീഡിയോകൾ അതെടുത്ത് നമ്മൾ വിചാരിക്കും രാജ്യത്തെക്കുറിച്ചും മോഡിജിയെക്കുറിച്ചുമൊക്കെ അഭിമാനിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന പല പട്ടാള ക്യാമ്പുകളുടെയും അതിൻ്റെ സമീപത്തുള്ള വിവരങ്ങളും അതിൻ്റെ ലൊക്കേഷനും ഒക്കെ എടുക്കുന്നതെന്ന് വിചാരിക്കും. അതെല്ലാം എടുത്ത് മോള് കൊടുത്തുകൊണ്ടിരുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഇപ്പോൾ ഏതായാലും കുടുങ്ങി, എല്ലാം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. 2-3 വ്യാജ നമ്പറുകൾ വ്യത്യസ്ത പേരുകളിലുണ്ടായിരുന്നു. അതിലൂടെയാണത്ര ഈ വിവരങ്ങളൊക്കെ കൈമാറിയത് എന്ന് പറയുന്നു. അപ്പോഴും എനിക്ക് ആശ്വാസം സുനാപ്പി മൽഹോത്ര എന്ന് പറയുന്ന പേരായതാണ്. സൈനബ മൽഹോത്രയാണെങ്കിൽ നമുക്ക് കിടന്നു പൊറുക്കാൻ ഒക്കില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അതിനേക്കാൾ വലിയൊരു കാര്യം, ഇപ്പോൾ ദേ ഏറ്റവും ഒടുവിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പൊരു വാർത്ത കണ്ടത്, മണിപ്പൂരിൽ നിന്ന് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സായുധ സംഘടനയുടെ പരിശീലനം കിട്ടിയ ഒരാൾ കണ്ണൂരോ മറ്റോ ഒരു ഹോട്ടൽ തൊഴിലാളിയായി വന്ന് നിന്ന ആളിനെ NIA അറസ്റ്റ് ചെയ്തു. NIA പിടിച്ചുകൊണ്ട് പോയി. അതിപ്പോൾ അയാളുടെ പേരാണ്ട് പറഞ്ഞേക്കുന്നുണ്ട്, രാജേഷ് രജപക്സെ. ഞാൻ ആ പേര് തന്നെ ആദ്യം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിടന്നു പൊറുക്കാനൊക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും പേര് നോക്കിയപ്പോൾ കിടന്നു പൊറുക്കാനൊക്കുന്നതാണ്. അങ്ങനെ കിടന്നു പൊറുക്കാനൊക്കുന്നതാണ് ഈ പേരുകളെന്നുള്ളത് കൊണ്ട് ഒരാശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ റെഡിയായി ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങിയനെ വാരി കശക്കി എടുത്ത് റെഡിയാക്കി മദ്രസയും
പിന്നെ അതിൻ്റെ അപ്പുറത്തെ 6-ാം നൂറ്റാണ്ടും എല്ലാം കൂടെ പറഞ്ഞ് റെഡിയാക്കുന്നതിന് വേണ്ടി കഷ്ടം.